ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തമ്മിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ബിജെപിയെയും കോൺഗ്രസിനെയും കഴിഞ്ഞ ദിവസം വിമർശനങ്ങൾ കൊണ്ട് മൂടിയ കെജ്രിവാളിന് മോദി തന്റെ പാർട്ടിയെ വിമർശിച്ചതിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ്. ആം ആദ്മിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. JJ ക്ലസ്റ്ററുകൾക്കായുള്ള 1675 ഫ്ളാറ്റുകളും 2 നഗര പുനർവികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി സർക്കാർ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും മോദി പറയുകയുണ്ടായി. രാജ്യത്തിന് നന്നായിട്ടറിയാം മോദി തനിക്കായി ഒരു വീട് നിർമ്മിച്ചിട്ടില്ലെന്ന്. എന്നാൽ പാവപ്പെട്ടവർക്കായി 4 കോടിയിലധികം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന കാര്യവും ജനങ്ങൾക്കറിയാം. എനിക്ക് വേണമെങ്കിൽ ചില്ലുകൊട്ടാരം നിർമ്മിക്കാമായിരുന്നുവെന്നും മോദി തുറന്നടിച്ചു. ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിക്ക് അമിതമായി ചിലവ് നടത്തിയെന്ന ആരോപണങ്ങളെ സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം. മാത്രമല്ല, ആം ആദ്മി ഡൽഹിയെ ദുരന്തം പോലെ വലയം ചെയ്തിരിക്കുകയാണെന്നും ഡൽഹിയെ ദുരിതത്തിലാക്കിയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഇന്ന് ഇന്ത്യ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിരതയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. 2025 ഇന്ത്യയുടെ ഈ പങ്ക് കൂടുതൽ ശക്തിപ്പെടും. ഈ വർഷം ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുന്ന വർഷമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്ന വർഷമായിരിക്കും ഇതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഡൽഹിയുടെ വികസനത്തിന് ഇതൊരു സുപ്രധാന ദിവസമാണെന്ന് പ്രധാനമന്ത്രി മോദി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം അനധികൃത അവഗണിച്ച ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കെജ്രിവാൾ കോടികൾ ചിലവഴിച്ചുവെന്ന് BJP ആരോപിച്ചിരുന്നു. നരേല നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ത്വരപ്പെടുത്തുന്നതിനനുസരിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ വരും ദിവസങ്ങളിൽ 30,000 വീടുകൾ ഡൽഹിയിൽ നിർമ്മിച്ച് പൗരന്മാർക്ക് കൈമാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. AAP ഡൽഹി സർക്കാർ ഡൽഹി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നത് സ്തംഭിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ താമസിച്ച കാര്യവും മോദി അനുസ്മരിച്ചു. ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യത്തിനെതിരെ രാജ്യം പോരാടിയപ്പോൾ താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിച്ചു താമസിച്ച ഇടമാണ് അശോക് വിഹർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പദ്ധതിയുടെ പ്രഖ്യാപനം മുതൽ BJP അംഗങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ടെന്നും അത്തരം വിമർശനങ്ങളിൽ നിന്ന് രാജ്യത്തിന് നേട്ടമുണ്ടാകുമോ എന്നുമാണ് കെജ്രിവാൾ ദിവസങ്ങൾക്ക് മുൻപ് ചോദിച്ചത്. 20 സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലുണ്ട്. 30 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നത് BJP ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിൽ പുരോഹിതന്മാരോടും ഗ്രാൻഡികളോടും ആദരവ് കാണിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഡൽഹിയിൽ പദ്ധതി നടപ്പാക്കി തന്റെ സർക്കാർ മാതൃക കാട്ടിയെന്നും തന്നെ വിമർശിക്കുന്നതിന് പകരം BJP അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു.